ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ചെറിയ ചൂടുള്ള പാൽ 1 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വറുത്ത റവയിട്ട് ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം എടുക്കുക. അത് ചെറിയ ജാറിനകത്തിട്ട് അരച്ചെടുക്കണേ. നമ്മുടെ റവ കുതിർന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ റവ എടുത്ത അതേ അളവിൽ തന്നെ പത്തിരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്വല്പം 1/4 സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. ഒരു നുള്ളു ഉപ്പ് മതി കേട്ടോ, 1/4 സ്പൂൺ വേണ്ട. ആവശ്യാനുസരണം എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 അണി ശർക്കര എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഉരുക്കി അരിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ വെച്ച് മിക്സ് ചെയ്യണം കേട്ടോ, കട്ടയുണ്ടെങ്കിൽ ഉടഞ്ഞ് കിട്ടാനാണ്. എന്നിട്ട് നമുക്കൊന്ന് മൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് നെയ്ക്കകത്ത് കുറച്ച് തേങ്ങ കൊത്തെടുത്ത് വറുത്തെടുക്കാം. ചുവപ്പ് നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ കുറച്ച് കാഷ്യൂനട്ടും കൂടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. രണ്ടും കൂടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് മാവിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടിച്ച് ചേർക്കാം കേട്ടോ, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയാണ് അടുപ്പ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ, കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഓരോ സ്പൂൺ വീതം നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കാവേ. നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ, ഒന്ന് ബ്രൗൺ കളറായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ, ഉള്ളു വെന്ത് കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറായിട്ടുണ്ട്. ഹെൽത്തിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പേജ് ഫോളോ ചെയ്യണേ.